40 പേരുടെ MLA പദവിയും വെച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവായത് വി ഡി സതീശൻ. സ്വാഭാവികമായി രണ്ടാം ഭരണത്തിൻ്റെ ആദ്യ വർഷങ്ങളിൽ ഇത്തരത്തിലുള്ള വലിയൊരു മുന്നേറ്റം 102 സീറ്റിൻ്റെ മുന്നേറ്റം നടത്താൻ പറ്റുമെന്ന് ആരും വിശ്വസിച്ചിരുന്നില്ല. അത്രമാത്രം പിണറായി ഗവൺമെൻറ് ഒരു ജനവിരുദ്ധ ഗവൺമെൻറ്റായി മാറുമെന്നൊന്നും ആരും കരുതിയില്ല. എന്തായാലും UDFൻ്റെ വലിയ മേന്മ കൊണ്ടല്ലെങ്കിൽ പോലും അവരുടെ വലിയ പ്രവർത്തന മെച്ചം കൊണ്ടല്ലെങ്കിൽ പോലും 102 സീറ്റിൽ UDF അധികാരത്തിൽ വന്നു. അങ്ങനെ അധികാരത്തിൽ വരുന്നതിൽ വി ഡി സതീശൻ്റെ പങ്ക് ചെറുതല്ല, അദ്ദേഹത്തിന് വലിയ പങ്കുണ്ട്. ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, എന്നെപ്പോലുള്ളവരെയൊക്കെ ആകർഷിക്കുന്ന പ്രത്യേകത, നല്ല നിലപാടുള്ള ആളാണ്. മുഖ്യമന്ത്രി ആകുമ്പോൾ അത്രയും നിലപാട് കൊണ്ടുപോകാൻ പറ്റില്ല, എന്നാൽ നിലപാടുണ്ട്. NSSന് സുകുമാരൻ നായർ ബഹളം ഉണ്ടാക്കിയപ്പോൾ വി ഡി സതീശൻ പകരമൊന്നും പറയാൻ പോയില്ല. വെള്ളാപ്പള്ളി ബഹളം ഉണ്ടാക്കിയപ്പോൾ പകരമൊന്നും പറയാൻ പോയില്ല. പ്രായമായ ആളുകളെന്നൊക്കെ പറഞ്ഞ് കളഞ്ഞതേ ഉള്ളൂ. അതിനിടയിൽ വിസ്മയം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളുമായി വി ഡി സതീശൻ മുന്നോട്ട് പോയി. അതിനിടയിലാണ് അടുത്തൊരു നിലപാട് അദ്ദേഹം പ്രഖ്യാപിച്ചത്. 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ 100 സീറ്റ് കിട്ടുമോ എന്നൊക്കെ വെള്ളാപ്പള്ളി കളിയാക്കിയപ്പോൾ, പരവൂർ തന്നെ ചെന്നൊരു SNDP യോഗത്തിൽ പോയി കളിയാക്കിയപ്പോൾ 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ താൻ രാജിവയ്ക്കും എന്ന് വി ഡി സതീശൻ പറഞ്ഞു. പക്ഷേ 102 സീറ്റ് കിട്ടി. അപ്പോൾ അത് ക്ലിയറായി. ഇപ്പോൾ സതീശൻ എടുത്തിരിക്കുന്ന ഒരു നിലപാടായി പുറത്തു വരുന്നത് ശരിയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനമില്ലെങ്കിൽ മറ്റൊന്നും വേണ്ട, മന്ത്രിയാകാനില്ല എന്നൊരു സ്റ്റാൻഡ് എടുത്തിരിക്കുന്നു. പൊതുവികാരം മാനിക്കണം, ഘടകകക്ഷികളുടെ വികാരം മാനിക്കണം. ഘടകകക്ഷികളിൽ ലീഗ് ആണ് ഏറ്റവും ശക്തമായ പാർട്ടി. 10-20 സീറ്റുണ്ട്. ലീഗ് ശക്തമായി പറഞ്ഞിട്ടുണ്ട്. 25 സീറ്റിലോ മറ്റവർ മത്സരിച്ചു, 20 സീറ്റ് അവർ ജയിച്ചിട്ടുണ്ട്. അവർ വളരെ ശക്തമായി പറഞ്ഞു, പിന്നെ വി ഡി സതീശനെ തന്നെ മുഖ്യമന്ത്രിയാക്കണമെന്ന്. അപ്പോൾ പക്ഷേ മാത്യു കുഴൽനാടൻ KC വേണുഗോപാലിൻ്റെ ആളാണെന്ന് തോന്നുന്നു. മാത്യു കുഴൽനാടൻ പറഞ്ഞു, അങ്ങനെ പറ്റില്ല, അഭിപ്രായമൊന്നും പറയണ്ട, ലീഗ് എന്നുള്ള നിലയിലുള്ള ചില ചർച്ചകൾ നടക്കുന്നു. അകത്തെന്തൊക്കെ ചർച്ച നടന്നാലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വി ഡി സതീശൻ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. പ്രതിപക്ഷ നേതാവായിരുന്നു. ഒരുപാട് നിലപാടുകളുള്ള ഒരു വ്യക്തിത്വമാണ്. അത് ന്യൂജൻ കുട്ടികളടക്കം അദ്ദേഹത്തിന് വലിയ ഇഷ്ടവുമാണ്. രമേശ് ചെന്നിത്തല മോശമല്ല, അദ്ദേഹം സീനിയർ നേതാവാണ്. അദ്ദേഹം മറ്റൊരു സ്ട്രീമിലുള്ള രണ്ട് സ്ട്രീമിലെ നേതാക്കളാണ്. അതിൽ ഏത് സ്ട്രീം വേണമെന്നൊക്കെ കോൺഗ്രസിന് തീരുമാനിക്കാം. നമുക്കൊന്നും അതിനകത്ത് ഒരു അഭിപ്രായമുള്ള കാര്യമല്ല. കോൺഗ്രസിൻ്റെ ആഭ്യന്തര വിഷയമാണത്. മാത്രമല്ല ഇങ്ങനെ തന്നെയാണ് കോൺഗ്രസിൻ്റെ പ്രൊസീജിയർ. ഇങ്ങനെ തന്നെയാണ് പാർലമെൻറ്റ് അസംബ്ലി അംഗങ്ങളെ MLA-മാരെ വിളിച്ചു വിട്ട് അവർ അഭിപ്രായം എടുക്കുക, അതിലൊരു കൺസേഴ്സ് എത്തി, ഡൽഹിയിൽ പോയി അവിടെ നിന്ന് ഒരു കൺസേഴ്സ് എത്തി ഒരു ചർച്ചയൊക്കെ നടത്തി അങ്ങനെയാണ് പ്രഖ്യാപിക്കുന്നത്. ഇത് അതിൻ്റെ ഒരു പ്രൊസീജിയർ കറക്റ്റാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നല്ലേ ഉള്ളൂ. ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ ഇത് കഴിയും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട കാര്യം, വി ഡി സതീശൻ ഇപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. അദ്ദേഹത്തിന് സ്ഥാനമാനം, അതായത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇല്ലെങ്കിൽ അദ്ദേഹം ഒരു സ്ഥാനത്തേക്കും ഇല്ല എന്ന് പറയുന്നു. അതിനിടയിൽ എല്ലാ ചാനലുകളും മാധ്യമങ്ങളും ഇങ്ങനെ തോണ്ടി ഓരോരുത്തരടുത്ത് ചെന്ന് ആരാണ് മുഖ്യമന്ത്രി. കാരണം അവർക്കൊരു ബൈറ്റ് കിട്ടാൻ വേണ്ടിയും ഒരു തമ്പനയിൽ അടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഓടുന്നുണ്ട്. അതിനിടയിലുള്ള കുറേ കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. ശരിക്കും കൺഫ്യൂഷൻ ഇല്ല. അവരുടെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രോസസ്സ് പൂർത്തിയാക്കിയിട്ടല്ലേ തർക്കമുള്ളൂ. പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുക. പ്രോസസ്സ് പൂർത്തിയാകുമ്പോൾ ഏകദേശം കറക്റ്റായിരിക്കും ആൻസർ. ആരായിരിക്കും മുഖ്യമന്ത്രിയിൽ നിന്ന് AICC ആയിരിക്കും പ്രഖ്യാപിക്കുന്നത്. പക്ഷേ പ്രഖ്യാപിക്കുന്ന മുമ്പേ തന്നെ അറിയാൻ പറ്റും, ട്രെൻഡെല്ലാം അറിയാൻ പറ്റും. അതിനിടയിൽ DCCകൾക്ക് മുന്നിൽ ബോർഡ് വരുന്നു, പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിൽ ബോർഡ് വരുന്നു, ഫ്ലെക്സ് വരുന്നു, വാട്സപ്പ് മെസ്സേജുകൾ, വളരെ വലിയ തോതിൽ വാട്സപ്പ് മെസ്സേജ് വരുന്നു. വി ഡി സതീശന് അനുകൂലമായിട്ടുള്ള ചില വാട്സപ്പ് മെസ്സേജുകൾ എനിക്കും കിട്ടിയിരുന്നു. അത് പിന്നെ ഞാനും അത് ചില മെസ്സേജുകൾ ഞാനും കണ്ടിരുന്നു. വളരെ കൃത്യമായിട്ടുള്ള ചില മെസ്സേജുകൾ എല്ലാ ഭാഗത്തു നിന്നും കത്തുകൾ പോകുന്നു. രാഹുൽ ഗാന്ധിക്ക് കത്തുകൾ പോകുന്നു. ഒരു കത്തുകൾ എഴുതിയ AJ ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു കത്ത് എഴുതിയിട്ട് അദ്ദേഹം എല്ലാവരെയും അറിയിക്കണം എന്നുള്ള നിലയിൽ മാക്സിമം ആളുകൾ ഈ ഫോർവേഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് AJ ഫിലിപ്പ് ഓപ്പൺ ലെറ്റർ ടു പിന്നെ ആർക്കാണ് KC വേണുഗോപാലിനൊരു ഓപ്പൺ ലെറ്റർ എഴുതിയിട്ടുണ്ട്. ഓപ്പൺ ലെറ്റർ ടു KC വേണുഗോപാൽ, യുവർ പ്ലേസ് ഈസ് ഇൻ ന്യൂഡൽഹി, AJ ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു ആൾ കത്തെഴുതിയിട്ടുണ്ട്. താങ്കളുടെ സ്ഥാനം ഡൽഹിയിലാണ് താങ്കൾ ഭരിക്കേണ്ടത്, കേരളത്തിലല്ല മിസ്റ്റർ വേണുഗോപാൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു AJ ഫിലിപ്പിൻ്റെ കഥ. അതിനെയും കൂടി ഓണപ്പ് ചെയ്തുകൊണ്ടുള്ള ഫരീദ് ബാബ ഖാൻ എന്ന് പറയുന്ന ഈ സോഷ്യൽ നിരീക്ഷണമൊക്കെ നടത്തുന്ന, സാമൂഹ്യ നിരീക്ഷണമൊക്കെ നടത്തുന്ന മറ്റൊരു വ്യക്തി. അദ്ദേഹം സീനിയറായ ഒരു ഉദ്യോഗസ്ഥനായി റിട്ടയർ ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹം ഗ്രാമവികസന വകുപ്പിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിലൊക്കെ ഇരുന്നിട്ടുള്ള സാറാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഇങ്ങനെ പറയുന്നു. അപ്പോൾ ചുരുക്കത്തിൽ ഒരുപാട് ആളുകൾ ഇതിന് വേണ്ടിയിട്ട് KC വേണുഗോപാലിനുള്ള കത്തായിട്ടും
രാഹുൽ ഗാന്ധിക്കുള്ള കത്തായിട്ടുമൊക്കെ സതീശന് അനുകൂലമായ ചില നിലപാടുകൾ പറയുന്നു. രമേശ് ചെന്നിത്തല ഡൽഹിയിൽ പോയി അദ്ദേഹത്തിൻ്റെ അഭിപ്രായമെല്ലാം മഹാരാഷ്ട്രയുടെ കാര്യത്തിലാണ് പോയതെങ്കിലും സ്വാഭാവികമായിട്ടും മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയെ കണ്ടപ്പോൾ കേരളത്തിലെ കാര്യവും സൂചിപ്പിച്ച് കാണും, തൻ്റെ താല്പര്യവും സൂചിപ്പിച്ച് കാണും. അപ്പോൾ സ്വാഭാവികമായും വലിയ ചർച്ചയാണ് നടക്കുന്നത്. അതുപോലെ ദീപാദാസ് മുൻഷിയുടെ വാക്കുകൾക്ക് വലിയ വിലയുണ്ടായിരിക്കും. കാര്യം അവരാണ് കേരളത്തിൽ നിന്ന് AICCക്ക് വേണ്ടി ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്തത്. പക്ഷേ അവർക്ക് VD സതീശൻ്റെ ഈ കോർഡിനേഷൻ കപ്പാസിറ്റിയും ഈ പ്രവർത്തന മികവും ഒക്കെ അവർ കണ്ടതാണ്. അപ്പോൾ അത് കണ്ടിട്ട് VD സതീശനെ വയ്ക്കുമോ അതോ കുറച്ചുകൂടി വേറൊരു മറ്റൊരു സ്ട്രീമിൽ നിൽക്കുന്ന ഒരു പ്രൊഫൈലിൽ നിൽക്കുന്ന രമേശ് ചെന്നിത്തലയെ വയ്ക്കുമോ, അല്ല ഇവരെ രണ്ടുപേരെയും ഒഴിവാക്കിയിട്ട് KC വേണുഗോപാൽ കേരളത്തിൽ വരും. പക്ഷേ KC വേണുഗോപാലിൻ്റെ സാധ്യത ഈ ചർച്ചകൾ വരുന്നതിനനുസരിച്ച് കുറഞ്ഞു വരികയാണ്. ലീഗ് നന്നായി കടുപ്പിച്ചിട്ടുണ്ട് കാര്യങ്ങൾ. അവർ വളരെ ശക്തമായി VD സതീശന് വേണ്ടി രംഗത്തുണ്ട്. ലീഗിനെയും വിറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. മറ്റ് ഘടകകക്ഷികളുമൊക്കെ ഉണ്ട്, അവരെയും കേൾക്കാതെ മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. പിന്നെ ഇതിനകത്തൊരു വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരാളിൻ്റെ തീരുമാനം അല്ലെങ്കിൽ അഭിപ്രായം വളരെ ക്രൂഷ്യലാണ്. അത് മറ്റാരുമല്ല AK ആൻ്റണി. AK ആൻ്റണിയുടെ തീരുമാനവും വളരെ പ്രധാനമാണ്. അപ്പോൾ എന്തായാലും വളരെയധികം കഷ്ടപ്പെട്ട് ഒരുപാട് പേര് കൂടി പണിയെടുത്ത് കഷ്ടപ്പെട്ട് മുന്നണി വന്നതിന് ശേഷം മുഖ്യമന്ത്രിയാകാൻ ഇങ്ങനെ ഒരു മത്സരം വരുന്നത് കോൺഗ്രസ്സിൽ മാത്രമാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. CPMലൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഏറ്റവും സീനിയർ മത്സരിക്കുന്നതിൽ ഏറ്റവും സീനിയറായിട്ടുള്ള പദവി കൊണ്ട് ഏറ്റവും സീനിയർ ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ മെമ്പർ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ചോദ്യമില്ല, പോളിറ്റ് ബ്യൂറോ മെമ്പറായിരിക്കും, പാർട്ടി സംസ്ഥാന സെക്രട്ടറി അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാണ് മത്സരിക്കുന്നത് അവരെ അങ്ങാക്കുക, ബാക്കിയുള്ളവർ കൂടെ നിൽക്കുക എന്ന് പറയുന്നതാണ്. പക്ഷേ ഇവിടെ അങ്ങനെ പറ്റില്ല. ഇവിടെ കോൺഗ്രസ്സിലെ സീനിയാരിറ്റിയൊന്നും അല്ല നോക്കുന്നത്, മറ്റു ചില ഘടകങ്ങളാണ്. അപ്പോൾ ആ ഘടകങ്ങൾ വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആരാണ് മുഖ്യമന്ത്രിയാവുമെന്ന് പറയാൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, VD സതീശൻ അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നു, താൻ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു മന്ത്രിയാകാനും ഇല്ല എന്ന്. അത് ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ ചർച്ചകളെ ട്വിസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും വളരെ വലുതാണ്.